നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ ആപ്പുകൾ അധികവും ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്നാണ്. കാരണം പ്ലേ സ്റ്റോറിൽ നിന്നാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫാണ്. പ്ലേ സ്റ്റോർ ഓരോ സമയം സ്കാൻ ചെയ്ത് അതിനകത്ത് വൈറസ് ഇല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാൾവെയർ അറ്റാക്ക് ഇല്ല എന്ന് മനസ്സിലാക്കി അത്തരം ആപ്പുകൾ മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ സേഫായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പ്ലേ സ്റ്റോറിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കാനുണ്ട്. പ്ലേ സ്റ്റോർ സാധാരണ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തതിന് പുറമെ നമ്മുടെ ഫോണിനകത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 1-2 ടിപ്സുകൾ നമുക്ക് പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അതിനുവേണ്ടി ഒരു പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഒരുപാട് ആപ്പുകളുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തും ഇൻസ്റ്റാൾ ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് ആപ്പുകളുണ്ട്. ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു ആപ്പ് ആദ്യം ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യാണ് കാണിച്ചു തരുന്നതിന് വേണ്ടി. ഇതിനകത്ത് നമുക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏറ്റവും മുകളിൽ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണുക. ഈ പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിക്ക് മാർക്കാണ് ഇപ്പോൾ ഈ പ്ലസ് ബട്ടൺ വന്നത്. നേരത്തെ ഒരു പ്ലസ് ബട്ടൺ ആയിരുന്നു, ഇതുപോലൊരു പ്ലസ് ബട്ടൺ ആയിരുന്നു. അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പം അത് ഒരു ടിക്ക് മാർക്കായിട്ട് മാറിയിട്ടുണ്ട്. വിഷ് ലിസ്റ്റ് എന്നാണ് ഇതിനകത്ത് പറയാം. അതായത് നമ്മൾ ഒരു ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത് സ്റ്റോറേജ് ഇല്ല അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ആപ്പ് പിന്നെ എപ്പോഴെങ്കിലും ഡൗൺലോഡ് ചെയ്യണം തോന്നുകയാണെങ്കിൽ വൈഫൈയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റുള്ള സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിന് സ്റ്റോറേജ് ഇല്ലെങ്കിൽ സ്റ്റോറേജ് ഫ്രീ ആകുന്ന സമയത്തോ ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആ ഒരു ആപ്പ് നമുക്ക് നമ്മുടെ ഫോണിനകത്ത് എങ്ങനെയാണത് കണ്ടെത്തുക എന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് ഏതാണെന്നോ അല്ലെങ്കിൽ ആപ്പിൻ്റെ പേരെന്തായിരുന്നു എന്നൊക്കെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ആപ്പ് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, ഏറ്റവും മുകളിൽ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ലൈബ്രറി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ വിഷ് ലിസ്റ്റ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി 2 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആദ്യം ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത്, രണ്ടാമത്തെ ഫ്ലിപ്കാർട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നതിന് വേണ്ടി സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നാൽ നമുക്ക് ആപ്പ് കാണാനും ഇവിടെ വെച്ച് ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ പ്ലേ സ്റ്റോറിനകത്ത് ഏറ്റവും മുകളിൽ 161 പോയിൻ്റ് എന്ന് കാണാൻ സാധിക്കും. ഈ 161 പോയിൻ്റ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ പ്ലേ സ്റ്റോറിനകത്ത് കുറച്ചധികം കൂടുതൽ പോയിൻ്റുകൾ കാണാം, ചിലപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ പോയിൻ്റുകൾ കാണാൻ സാധിക്കും. ഈ 161 കാണുന്ന ഈ പോയിൻ്റ് എന്താണ്, ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ഇത് നമുക്ക് ക്യാഷായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 161 പോയിൻ്റ് എന്ന് കാണുന്ന ആ പോയിൻ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും പ്ലേ പോയിൻ്റ് 161. ഇവിടെ നമുക്ക് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏൺ യൂസ് പെർക്ക് എന്നുള്ള 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് താഴെ ഭാഗത്ത് ഓരോ പ്ലേ സ്റ്റോറിൻ്റെയും പ്ലേ ക്രെഡിറ്റ് കാർഡിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. അത് ഇവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. 100 പോയിൻ്റ് ഉണ്ടെങ്കിൽ 5 രൂപ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ആദ്യത്തിൽ തന്നെ 100 രൂപ ഉണ്ടെങ്കിൽ 100 പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 രൂപ കിട്ടും. 200 പോയിൻ്റ് ഉണ്ടെങ്കിൽ 10 രൂപ കിട്ടും. അതുപോലെ തന്നെ 500 പോയിൻ്റ് ഉണ്ടെങ്കിൽ 25 രൂപ കിട്ടും. 1000 പോയിൻ്റ് ഉണ്ടെങ്കിൽ 50 രൂപ. ഇങ്ങനെ അതിൻ്റെ ചാർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് നിലവിൽ 161 പോയിൻ്റാണ് മുകളിൽ കാണുന്നത്. ഇവിടെ എനിക്ക് 161ൽ ഇനി എനിക്ക് 100 പോയിൻ്റ് ഉപയോഗിച്ച് എനിക്ക് 5 രൂപ വേണമെങ്കിൽ കളക്ട് ചെയ്യാൻ സാധിക്കും. ഈ 5 രൂപ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനോ ഒന്നും സാധിക്കില്ല. ഈ 5 രൂപ ഞാൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പോയിൻറ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് മുകളിൽ കാണാം. 29/5/2027 വരെ എനിക്ക് ഈ പോയിൻറ്റുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 5 രൂപ വെച്ച് എനിക്ക് ഏതെങ്കിലും ഒരു ആപ്പ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. ഇപ്പോൾ ആപ്പിനകത്ത് നമുക്ക് പണം കൊടുക്കണം. ഇങ്ങനെ പർച്ചേസ് ചെയ്യേണ്ട ഏതെങ്കിലും ആപ്പുകളുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എത്രയാണ് എമൗണ്ട്, ആ എമൗണ്ട് ഈ ഇവിടെ കിട്ടുന്ന പോയിൻറ്റിൻ്റെ സംഖ്യ കുറച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് 50 രൂപയുടെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. എൻ്റെ പ്ലേ സ്റ്റോറിനകത്ത് ഇപ്പോൾ 5 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് ഇനി 45 രൂപ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ബാക്കി 5 രൂപ എൻ്റെ പ്ലേ സ്റ്റോർ തന്നെ ഉപയോഗിച്ച് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ റിവാർഡുകൾ അല്ലെങ്കിൽ ഈ പോയിൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് വലിയ പണച്ചെലവുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പേയ്മെൻറ്റ് ചെയ്യേണ്ട പർച്ചേസ് ചെയ്യേണ്ട ആപ്പുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പണം കൊടുത്ത് വാങ്ങേണ്ട ആപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പോയിൻ്റ് ഉപയോഗിച്ച് ആപ്പുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഈ പ്ലേ സ്റ്റോറിനകത്ത് ഇങ്ങനെ പോയിൻ്റ് കിട്ടുന്നതെന്ന്. പ്രത്യേക ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പോയിൻറ്റുകൾ കയറും. അതുപോലെ തന്നെ ചില ആപ്പുകൾ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്ര ശതമാനം ക്യാഷ് ബാക്ക് ആയിട്ട്
ഇത് നമുക്ക് പോയിൻറ്റുകളാണ് ലഭിക്കുക. നിങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിനകത്ത് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ ഇതുപോലെ പോയിൻ്റ് കാണിക്കുന്നുണ്ട് നോക്കുക. എത്ര പോയിൻ്റ് ഉണ്ട് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ 100 പോയിൻ്റ് ഉണ്ടെങ്കിൽ 5 രൂപ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ അക്കൗണ്ടിൽ കിടക്കും. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആപ്പുകൾ പണം കൊടുത്ത് വാങ്ങാനുണ്ടെങ്കിൽ ആ ആപ്പ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ പോയിൻ്റ് അത് ഒഴിവാക്കി ബാക്കിയുള്ള പണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത്. അനേകം ഫീച്ചറുകൾ പ്ലേ സ്റ്റോറിനകത്തുണ്ട്. ഒക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.